മഹല്ല് ഫെഡറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലീഗ് നേതൃത്വവും സമസ്തയുമായുള്ള തർക്കം മുറുകുന്നു. ജമാഅത്തെ ഇസ്ലാമി മുജാഹിദീൻ വിഭാഗത്തെ കൂട്ടുപിടിച്ച സുന്നി പള്ളികൾ കയ്യേറാൻ ലീഗ് നീക്കം നടത്തുന്നുവെന്ന ഗുരുതര ആരോപണമാണ് സമസ്ത ഉന്നയിക്കുന്നത്. ഇതിനായി തെരഞ്ഞെടുപ്പ് ചട്ടം ഭേദഗതി ചെയ്ത് ജിഫ്രി തങ്ങളെ വരണാധികാരി സ്ഥാനത്ത് നിന്നും മാറ്റി. വഖഫ് കേസുകളിൽ വിവാദത്തിലായ ലീഗ് നേതാക്കളെയാണ് കണ്ണൂരിൽ ഭാരവാഹികളാക്കിയതെന്നും ആരോപണമുണ്ട്. സമസ്തയുടെ 14 കീഴ്ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. സംഘടനയുടെ പഞ്ചായത്ത്, മണ്ഡലം, ജില്ലാതല തെരഞ്ഞെടുപ്പുകളാണ് പൂർത്തിയായി വരുന്നത്. ഫെഡറേഷൻ ഭാരവാഹിത്വം പിടിക്കുന്നതിനായി ലീഗ് നടത്തുന്ന നീക്കങ്ങളിൽ സമസ്ത നേതൃത്വം നേരത്തെ തന്നെ അതൃപ്തിയിലായിരുന്നു. പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് മുതൽ നിലനിന്നിരുന്ന ഭിന്നത ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. സംഘടന പിടിക്കാനായി ലീഗ് നേതൃത്വം വഴിവിട്ട നീക്കങ്ങളാണ് നടത്തുന്നതെന്നാണ് സമസ്തയുടെ പ്രധാന പരാതി. തെരഞ്ഞെടുപ്പ് മാനുവലിൽ ഭേദഗതി വരുത്തുകയും സമസ്ത പ്രവർത്തകരുടെ ആരാധ്യനായ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഭരണാധികാരി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. സമസ്തയുടെ വിവിധ കീഴ്ഘടകങ്ങളിലെ പ്രതിനിധികൾ സുന്നി മഹല്ല് ഫെഡറേഷൻ ഭാരവാഹിത്വത്തിൽ വേണം എന്നാണ് ചട്ടം. എന്നാൽ ലീഗ് നേതാക്കൾ ഇടപെട്ട് ഈ മാനദണ്ഡം ഒഴിവാക്കിയെന്നും സമസ്ത നേതാക്കൾ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രവർത്തകരെ ഉപയോഗിച്ച് സുന്നി പള്ളികൾ കയ്യേറാനുള്ള ആസൂത്രിത നീക്കങ്ങൾ ലീഗ് നടത്തുന്നുവെന്ന ഗുരുതര ആരോപണവും സമസ്ത നേതാക്കൾ ഉയർത്തുന്നുണ്ട്. കണ്ണൂരിൽ വഖഫ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദത്തിലായ ലീഗ് നേതാക്കളെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ജില്ലാ ഭാരവാഹികളായി നിയമിച്ചതിനെതിരെയും സമസ്ത നേതാക്കൾ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. മട്ടന്നൂർ വഖഫ് കേസിൽ പ്രതിയായ ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ കല്ലായിയാണ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്. തളിപ്പറമ്പ് വഖഫ് ഭൂമി വിഷയത്തിൽ വിവാദത്തിലായ അള്ളാംകുളം മുഹമ്മദാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. സംസ്ഥാനതല തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും സംഘടന പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ലീഗ് നീക്കങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും സമസ്ത നേതാക്കൾ ആലോചിക്കുന്നുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്.